ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, പാക് അധീന കശ്മീരിൽ അവിടുത്തെ കലാപം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ആ പാക് അധീന കശ്മീരിൽ കലാപം തുടങ്ങിയത് തൊട്ട് ആ വാർത്ത ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അവിടെ കലാപം തുടങ്ങിയ ശേഷം പകലായിരുന്നു കലാപം. അവർക്ക് വൈദ്യുതി ഇല്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് നല്ല ആരോഗ്യ സംവിധാനങ്ങളില്ല, അവർക്ക് ഗോതമ്പിന് വലിയ വിലയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കലാപം തുടങ്ങുന്നത്. പതിയെ പതിയെ ആ കലാപം രാത്രികാലങ്ങളിലേക്കും വ്യാപിച്ച് ചൈനയ്ക്കെതിരെ കൂടെയുള്ള മുദ്രാവാക്യങ്ങൾ ആ കലാപത്തിൽ മുഴങ്ങി കേൾക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും നമ്മൾ ആ വാർത്ത ഫോളോ ചെയ്തിരുന്നു. ഇന്ത്യയുടെ ലക്ഷ്യം ഫലം കാണുന്നു എന്ന് പറഞ്ഞു. കാരണം ചൈന അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു തന്നെയാണ് ചൈന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ നമ്മുടെ രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി, ഇടയ്ക്കിടയ്ക്ക് പറയും പാക് അധീന കശ്മീരിൽ നമ്മൾ ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല, ഒരു തരി ചോര പോലും പൊടിയാതെ പാക് അധീന കശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് വന്നു ചേരുമെന്ന് രാജ്നാഥ് സിംഗ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോഴും ഇവിടെയുള്ള പല ദേശീയവാദികൾക്കും നാഷണലിസ്റ്റുകൾക്കും വളരെ സംശയമാണ് അതെങ്ങനെ വന്നു ചേരും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ഡൗട്ടാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ സൂചനകൾ പാക് അധീന കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നു. ഇപ്പൊ പാക് അധീന കശ്മീർ കഴിഞ്ഞ ദിവസം അവിടെ റാവൽ കോടതിയിൽ ഒരു വലിയ യോഗം നടന്നു. ഈ കലാപകാരികളെ വിളിച്ച് അവിടെയുള്ള അധികാരികളും പാകിസ്ഥാനിലെ ISI ഏജന്റുമാരും എല്ലാം ചേർന്ന് അവിടെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അതിന്റെ നേതാക്കൾ പാകിസ്ഥാനെതിരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അപ്പൊ അവരുടെ ഡിമാൻഡുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സബ്സിഡികളൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എന്ത് സബ്സിഡി തന്നാലും അത് ഞങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയും എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിൽ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഭീകരവാദ കേന്ദ്രങ്ങൾ ഇവിടെ നിന്നും എടുത്തു മാറ്റണം, ഇല്ലെങ്കിൽ ജനം ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സ്വതന്ത്രമായി, അതായത് പാക് അധീന കശ്മീരിന് സ്വതന്ത്രമായി ഭാരതം, അതായത് ഇന്ത്യയുമായി വ്യാപാരം അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇതിന് ഒരു തടസ്സവും വരാൻ പാടില്ല. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അതിന് അനുവദിക്കണം, അനുവദിച്ചില്ലെങ്കിലും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്നാണ് ഇവർ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരുപാട് നിബന്ധനകൾ എന്ന് പറയുന്നത്. അപ്പോൾ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ പാക് അധീന കശ്മീർ നമ്മുടെ രാജ്യവുമായി വ്യാപാരത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു വലിയ മൂവ്മെന്റ് അല്ലേ, വലിയൊരു സ്റ്റെപ്പ് അല്ലേ? കാരണം അവർ മാനസികമായി ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, വ്യാപാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പാകിസ്ഥാൻ അല്ല പാക് അധീന കശ്മീർ, അവിടെയുള്ള ജനങ്ങളല്ല ഇവിടെയുള്ള ജനങ്ങൾ എന്ന് നമ്മളോട്, അതായത് ഇന്ത്യയോട് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ബലൂചിസ്ഥാൻ നമ്മളോട് പറയുന്നത് പോലെ, ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ തുടങ്ങിയാൽ മറ്റേ സൈഡിൽ നിന്ന് ഞങ്ങൾ അത് തീർത്തു തരാം എന്ന് ഇന്ത്യക്ക് കത്തൊക്കെ അയച്ചിട്ടുണ്ടല്ലോ ബലൂചിസ്ഥാൻ. അതുപോലെ പാക് അധീന കശ്മീർ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് ലയിക്കാനുള്ള ആ ഒരുക്കത്തിന്റെ ചുവടുമാറ്റത്തിനാണോ ഇപ്പോ ഈ യോഗം തുടങ്ങിയിരിക്കുന്നത്? ഇത് ഈ നമ്മുടെ ആർട്ടിക്കിൾ 370 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രദേശം പാക് അധിനിവേശ കാശ്മീരാണ്. അപ്പൊ ഇതുവരെ അവർ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാക് അധിനിവേശ കാശ്മീരും കൂടെ ചേർത്തിട്ടാണല്ലോ ഇവന്മാർ പറയുന്നത് സ്വതന്ത്ര കാശ്മീർ വേണമെന്ന്, കാശ്മീർ ആസാദ് വേണമെന്ന് പറയാൻ. പക്ഷെ ജമ്മു കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൂടി നമ്മുടെ അവിടുത്തെ എല്ലാ സ്പെഷ്യൽ നിയമങ്ങളും ഭരണഘടനയും കൊടിക്കൂറയും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അവിടെ വലിയ രീതിയിലുള്ള വികസനം വരാൻ തുടങ്ങി, വലിയ രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം, നാഷണൽ ലെവലിലുള്ള സോഷ്യൽ മീഡിയയില് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുന്നത് POK എന്ന് പറഞ്ഞൊരു ചിത്രം അവർ കൊടുക്കുന്നുണ്ട്. അവിടെ ജനങ്ങളൊക്കെ തെരുവിലും ഇതായിട്ട് കിടക്കും. തൊട്ടിപ്പുറത്തുള്ള കാശ്മീർ, ഇതാണ് കാശ്മീർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വലിയ വികസനമാണ്. അത് റോഡുകള്, പാലങ്ങള്, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം, പിള്ളേർ പഠിക്കാൻ പോകുന്നത് ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് POKയിലെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ മുമ്പ് പലപ്പോഴും ഈ ചർച്ചകളിൽ പറയാറുണ്ട്, ഈ കാശ്മീരിലുള്ള ആളുകളുടെ ബന്ധുക്കളും മറ്റുമൊക്കെ POKയിലാണ്, അവിടെയും ഉണ്ട് രണ്ടു കൂട്ടർക്ക്. അപ്പൊ അവർക്കിത് സ്വാഭാവികമായും കാണാൻ കഴിയും. അത് മാത്രമല്ല, പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗമല്ല എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണത്. ആ അംഗീകരിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് ഒരു ഭരണഘടനയുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്, പിന്നെ മന്ത്രിമാരുണ്ട്, ഭരണകൂടമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് ആരുടെയാണ് ഈ ഭരണകൂടവും പ്രധാനമന്ത്രിയൊക്കെ? പാകിസ്ഥാൻ കൊണ്ടുവെക്കുന്ന അവരുടെ കളിപ്പാവകളാണ് അവിടെ. അപ്പോ ഇവരെ അടിമകളെ കണക്കാണ് മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, അവിടെ വീണ്ടും ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ റിസർവേഷൻ കൊണ്ടുവന്നത്. 33 സീറ്റുകളാണ് അവിടെ ഉള്ളത്, പിന്നെ അവിടുത്തെ പാർലമെന്റിൽ. ആ 33 12 റിസർവേഷൻ ചെയ്തിരിക്കുന്നു. അതായത് ഈ പ്രവാസികൾക്ക് റിസർവേഷൻ ചെയ്തു. പ്രവാസികൾ ആരാണ്? പാകിസ്ഥാൻകാർ. അവർക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തിരിക്കുന്നു. ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഒരുപാട് ദ്രോഹമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ് ചർച്ചകളിലൊക്കെ. അതായത് ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ അനവധിയുണ്ട് ഈ POKയിൽ. ഈ പദ്ധതികൾ മുഴുവൻ ചൈനയ്ക്കാണ് നടത്തിപ്പ് ചുമതല. ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ടോ അവർക്ക് വലിയ രീതിയിലുള്ള പവർ കട്ടാണ്. 12 മണിക്കൂർ 14 മണിക്കൂർ പവർ കട്ടാണ്.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ആനുകൂല്യം കൊടുക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ 10 മടങ്ങ് നികുതിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അനവധി വിഷയങ്ങളുണ്ട്. അവരിപ്പോൾ ഈ വ്യാപാരത്തിന് വേണ്ടി പറയുന്നതിന്റെ പ്രധാന കാരണമുണ്ട്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴിയാണ്, ചൈനയിൽ നിന്നാണ് കൂടുതലും ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. പാലും പാൽപ്പൊടിയും അടക്കം എത്തുന്നത് അതുവഴിയാണ്. ആ വഴി ഏതാണ്? POK-യിലൂടെയുള്ള ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴിയാണ് കടന്നു പോകുന്നത്, ഹൈവേ കടന്നു പോകുന്നത്. ആ വഴി പോകുന്ന സാധനങ്ങൾ പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലും മറ്റും എത്തിച്ചിട്ട് വലിയ തുകയ്ക്ക്, അതായത് ഇസ്ലാമാബാദിലും കറാച്ചിയിലുമുള്ള പാകിസ്ഥാനികൾ വാങ്ങുന്നതിനേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ തുകയ്ക്കാണ് ഈ പാക് നിവാസി കാശ്മീരിൽ കൊണ്ട് ഇത് വിൽക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രശ്നം. കാരണം ഒരു വലിയ രീതിയിലുള്ള തന്നെ അവർ ക്ഷാമം അനുഭവിക്കുന്നുണ്ട്, ദുരിതം അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് വലിയ വിലയ്ക്ക് ഇവിടെ. അവിടെ ഇന്ത്യയുമായിട്ട് അവർക്ക് ഒരു ട്രേഡിങ് വന്നു കഴിഞ്ഞാൽ വളരെ ലാഭത്തിന് വളരെ സാധനം കിട്ടും. കാരണം ഇന്ത്യയിലെ ആട്ടയുടെ വില എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പാകിസ്ഥാനിൽ ആട്ടയ്ക്ക് 2500 രൂപ 3000 രൂപ ആട്ടയ്ക്ക് വില വന്നിട്ടുണ്ട്. അപ്പം ഈ ആട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ് പോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഈ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് കച്ചവടം ഇല്ല, ട്രേഡിങ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ട്രേഡിങ് ഇല്ലായിരുന്നെങ്കിൽ പോലും ട്രേഡിങ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചാൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം മാധ്യമങ്ങൾ ചെയ്തൊരു വാർത്തയുണ്ട്. കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് വാർത്ത ചെയ്തത്. അതായത് GST അടിച്ചു കൊടുത്തു സർക്കാർ, അവിടുത്തെ ഗവർണർ. അതായത് ഇവിടുന്ന് ഉള്ള കച്ചവടക്കാര് പാക് നിവാസി കാശ്മീരിൽ പോയി കച്ചവടം ചെയ്യുമായിരുന്നു നമ്മുടെ. അപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇമാര് ടാക്സ് മുടക്കി. അപ്പൊ ഇമാര് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് POK-യിലാണല്ലോ കച്ചവടം ചെയ്യുന്നത്, അപ്പൊ പിന്നെ ഞങ്ങൾ GST അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സർക്കാർ പറഞ്ഞ് GST അടച്ചേ പറ്റൂ. ചരക്ക് ഇവിടെ നിന്നാണല്ലോ പോകുന്നത്, ചരക്കിനാണല്ലോ നമ്മൾ GST അടയ്ക്കുന്നത്. നിങ്ങൾ എവിടെ കൊണ്ട് വിൽക്കുക എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അത് പാക് നിവാസി കാശ്മീർ എന്ന് നമ്മുടെ ഭാഗമാണല്ലോ, അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് ഒളിച്ചുകൊണ്ട് പോകുന്നതല്ലോ സാധനം. അപ്പൊ GST അടയ്ക്കണം എന്ന് പറഞ്ഞു. വലിയ തുകയായിരുന്നു GST. അത് വലിയ സമരമൊക്കെ ചെയ്തായിരുന്നു. GST അടച്ചു, മിക്കവരും GST ഒക്കെ അടച്ചു. അപ്പൊ ട്രേഡിങ് നടക്കുന്നുണ്ട്, ചെറുകിട കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള കച്ചവടത്തിലേക്ക് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ മുദ്രാവാക്യം പ്രധാനമായി അവർ ഉയർത്തുന്നത് ഇന്ത്യയുടെ ഭാഗമാകാൻ ഞങ്ങളെ അനുവദിക്കുക, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി മാറും, ഇനി ആരെ എതിർത്താലും ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അവർ അത്രത്തോളം ആ ജനം മടുത്തു കഴിഞ്ഞു. അവരെ ഇതുവരെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നത് മുഴുവൻ കാശ്മീർ കണ്ടില്ലേ, എന്നും വെടിവെപ്പാണ്, കല്ലേറാണ്, അവിടത്തെ ജനങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, ഇന്ത്യൻ പട്ടാളം കയറി നിരങ്ങുകയാണ്, ബലാത്സംഗം ചെയ്യാണ്, കൊല്ലുകയാണെന്ന് പറഞ്ഞെടുത്ത് അതെല്ലാം മാറി. ഈ വിഷ്വൽ മീഡിയയുടെ കാലഘട്ടത്തിൽ കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റും. കാശ്മീരിൽ കല്ലേറില്ല, അവിടെ ടൂറിസം വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്, വ്യവസായ സംരംഭങ്ങൾ അവിടെ അനവധി വരുന്നുണ്ട്, പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്, മികച്ച റോഡ്, ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് ഇനി കള്ളം പറഞ്ഞ് നിൽക്കാൻ കഴിയുമോ? കള്ളം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. മുൻപായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പറയുന്നതിനോടൊപ്പം കാശ്മീരിലുള്ള കുറച്ചുപേരെങ്കിലും ചിന്തിക്കുമായിരുന്നു, നമുക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു മുമ്പ് കാശ്മീരിലെങ്കിൽ. ഇന്ന് അവരുടെ എണ്ണം വളരെ കുറവാണ്. വിവരമില്ലാത്ത കുറച്ചെണ്ണം മാത്രമേ ഇപ്പൊ അത് പറയുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുക. കാരണം എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഡെവലപ്മെന്റ്സ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഡെവലപ്മെന്റ്സിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത്. കാരണം POK ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഭരണകൂടത്തിനെതിരെ വലിയ ബഹളങ്ങൾ ഉണ്ടാകുകയും ഭരണകൂടത്തിന് അവിടെ വിട്ടെറിഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴെന്താണെന്നറിയാമോ ഈ പട്ടാളം അവിടെ കയറി ഇത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചമർത്തുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ബലൂചിസ്ഥാനിൽ ഇപ്പൊ അവന്മാർ വലിയ രീതിയിൽ പണി നടത്തുന്നില്ല. ഖൈബർ പഖ്തൂൺ മേഖലയിൽ TTP തെഹരിക്കത്തെ താലിബാൻ വലിയ രീതിയിൽ പണി നടത്തുന്നില്ല. അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ഇച്ചിരി ശാന്തമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എത്ര ഫ്രീ ആയിട്ട് ഇവർക്ക് ഇപ്പൊ പെരുമാറാൻ കഴിയുന്നത്. ഈ മൂന്നിടത്തും കൂടെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഈ POK അവന്മാർക്ക് പിടിച്ച കൈ കെട്ടത്തില്ല, അവിടെ നിന്ന് അടിച്ചോടിക്കും ഇവന്മാരെയൊക്കെ. മുമ്പ് നമുക്ക് അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഞാനും ധനുഷും കൂടി ഇരുന്ന് ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബലൂചിസ്ഥാനിലെ സർക്കാർ മന്ദിരങ്ങളും സൈനിക പോസ്റ്റുകളും ഒക്കെ അടിച്ചവന്മാർ ഓടിച്ച ആ ഭാഗത്തു നിന്ന് തന്നെ ബലൂചിസ്ഥാനിലുണ്ടായിരുന്നത്. ആ ഭാഗത്ത് പോലും അവർ ഒരു സ്റ്റേഷനോ സൈനിക താവളങ്ങളോ ഒന്നും വെക്കാൻ പോലും അവന്മാർ അനുവദിച്ചില്ല. എല്ലാവരും തകർത്തെടുത്തിട്ട് അവന്മാർ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് വരും. അതിന് സമാനമായ ഒരു രീതിയിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തും. കാരണം ഇത് ഇന്ത്യയുടെ ആണല്ലോ, നമ്മൾ പിടിച്ചെടുക്കുന്നതല്ലല്ലോ ഈ സാധനം, നമ്മുടേതായ ഒരു വസ്തു. ആ വസ്തു ഒരാൾ കൈവശം വെച്ചിരിക്കുന്നു, അതിന് അവരുടെ കയ്യിൽ രേഖകളൊന്നുമില്ല. നമ്മുടേതാണെന്നുള്ളതിന് എല്ലാ രേഖകളും കാര്യങ്ങളും ഉണ്ട്. ഇത് അന്നേ മേടിച്ച് വെക്കേണ്ടതായിരുന്നു. അന്ന് നമ്മുടെ ചാച്ചാജിയൊക്കെ ഭരിക്കുന്നുണ്ട്, നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അത് സ്വാഭാവികമായി തന്നെ നമ്മുടെ ഭൂമി നമ്മളിലേക്ക് തന്നെ എത്തുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ആ പ്രക്ഷോഭം പഴയ കണക്കല്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന രീതിയായിരുന്നു കണ്ടത്. ഇപ്പൊ പ്രക്ഷോഭം കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലായി. അതിന് പ്രധാന കാരണം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ POK ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഉന്നയിക്കാൻ തുടങ്ങി. POK മാത്രമല്ല, നമ്മളിപ്പോൾ ബലൂചിസ്ഥാനും ഉന്നയിക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാന് വേണ്ടി നമ്മളാണ് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇത്രയും നാളെ ഇതൊന്നും ചെയ്തിരുന്നില്ല.
ഇത്തരം വിഷയങ്ങൾ പുട്ടപ്പ് ചെയ്തുകൊണ്ട് വരാനോ ഇല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചിരുന്നില്ല. പകരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നാളിതുവരെ ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയം പാകിസ്ഥാനും തുർക്കിയൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പടി കൂടി കടന്ന് കാശ്മീർ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെയാണ്, അതിനകത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടണ്ട, ഇനി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പാക് കാശ്മീരിനെ കുറിച്ച് സംസാരിക്കൂ എന്ന നിലയിലേക്ക് നമ്മൾ മാറി. അതിന് നമ്മളെ പ്രാപ്തമാക്കിയത് ഈ മോദി സർക്കാർ കൊണ്ടുവന്ന ആർട്ടിക്കിൾ 370 തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 370 പോയതോടുകൂടി തന്നെ ഇനി അതിനകത്ത് ഇനി അവിടുത്തെ ആൾക്കാർക്ക് പോലും ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ POKക്ക് വേണ്ടിയിട്ടാണ്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ബലൂചിസ്ഥാനിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു സമ്മർദ്ദ ഫലമായിട്ടാണ് അമേരിക്ക ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകരവാദ പട്ടികയിൽ പെടുത്താത്തത് എന്ന് ഒരു ആരോപണം പാകിസ്ഥാനിൽ തന്നെ ഉയരുന്നുണ്ട്. അവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ബുദ്ധിയായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് ഖനനാനുമതിയൊക്കെ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ. അപ്പൊ അവന്മാരെ അവിടെ ഉള്ളവന്മാരെ പിണക്കിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പണി പാളും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. ചൈനക്കാരെ പോലെയല്ല. ചൈനക്കാരാണ് ഈ ഗദാർ തുറമുഖമായാലും അതിനടുത്തുള്ള എയർപോർട്ടായാലും അവിടെ ഖനനം നടത്തുമ്പോൾ അവർ ചെയ്തത് പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവർ വന്നത്. കാരണം പാകിസ്ഥാൻ സൈന്യം ഈ ബലൂചിസ്ഥാനികളെ അല്ലെങ്കിൽ അവിടുത്തെ ലിബറേഷൻ ഫോഴ്സിനെ അടിച്ചമർത്തിക്കോളും, തങ്ങൾക്ക് സുഖമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അമേരിക്ക കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിച്ചു. കാരണം അവിടെ ഉള്ളവനെ പിണക്കി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകില്ല പണി. കാരണം നാളെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഏതായാലും അധികം വൈകില്ല, ഇത് കുറച്ചുകൂടി രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്.